ഹായ്, നിങ്ങൾ ചില കുട്ടികളെ കണ്ടിട്ടുണ്ടാവും 2-3 വയസ്സായിട്ടും വായിൽ ഇതുപോലെ വിരലിട്ടുകൊണ്ടിരിക്കുന്നതായിട്ട്. ഇത് 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ്. അത് ഏതെങ്കിലും ഒരു അസുഖത്തിൻ്റെ ലക്ഷണമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിസോർഡറോ ഒന്നല്ല. പക്ഷേ ചില കുട്ടികളെ നമ്മളത് നിർത്താൻ വേണ്ടിയിട്ട് രക്ഷിതാക്കൾ 2-3 വയസ്സിലൊക്കെ അവരെ അടിക്കുന്നതായിട്ട് ചീത്ത പറയുന്നതൊക്കെ ആയിട്ട് കാണാറുണ്ട്. അത് കുട്ടികളിൽ കൂടുതൽ എന്തെങ്കിലും ഹാബിച്വൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനൊക്കെ സാധ്യത ഉണ്ട്. ചില കുട്ടികളെ നമ്മൾ പാസിഫയർ കൊടുക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അതും അഡ്വൈസബിൾ അല്ല. അത് കുട്ടികളുടെ വായിലേക്ക് ജേംസ് വരാനും ചെവിയിൽ ഇൻഫെക്ഷൻസ് വരാനും അതിൽ ഡെൻ്റൽ മാലൊക്ലൂഷൻസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ 4 വയസ്സിന് ശേഷവും നിങ്ങളുടെ കുട്ടി ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും തരത്തിലുള്ള ഹാബിച്വൽ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഇഷ്യൂസിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായതാവാം. സൈക്കോളജിക്കൽ ഇഷ്യൂസ് മീൻസ് അതൊരു ഏതെങ്കിലും രീതിയിൽ നെഗ്ലക്റ്റ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓവർ പ്രഷറൈസ് ചെയ്യുന്ന രക്ഷിതാക്കളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ പാരൻസിൻ്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പാരൻസിൻ്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്ന കുട്ടികളുണ്ട്. നമ്മൾ ഒരു 4 വയസ്സ് കഴിഞ്ഞിട്ടും കുട്ടികളിങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് സസ്പെക്റ്റ് ചെയ്യാം. ആ സമയത്ത് പെർമനൻറ്റ് ടീത്ത് വരുന്ന സമയമാണ്. അങ്ങനെ വരുന്ന സമയത്ത് കുട്ടികളുടെ ഡെൻ്റൽ മാലൊക്ലൂഷനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. കയ്യിൽ പഴുപ്പ് വരാൻ സാധ്യതയുണ്ട്. കുട്ടികളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൈകൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള മറ്റുള്ള ആക്ടിവിറ്റീസ്, ചിലപ്പം ക്രാഫ്റ്റ് അല്ലെങ്കിൽ ഡ്രോയിങ് അല്ലെങ്കിൽ പെയിൻറ്റിങ് അതുപോലത്തെ സാധനങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് കൊടുക്കണം. അങ്ങനെ ഒരു 1-2 മാസം നമ്മൾ നോക്കിയതിന് ശേഷം അവർ അങ്ങനത്തെ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുമ്പോൾ അതിനൊക്കെ പ്രോത്സാഹിപ്പിച്ച് 1-2 മാസം നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്ക കുട്ടികളും ആ സ്വഭാവം, വായിൽ വിരലിടുന്ന ആ സ്വഭാവം അങ്ങ് മാറ്റിയെടുക്കും. പക്ഷേ ചില കുട്ടികളിൽ നമ്മൾ ഇത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് എടുക്കേണ്ടി വരും. തമ്പിൽ നമ്മൾ ഒരു കുറച്ച് നോക്ഷ്യസ് ആയിട്ടുള്ള കുറച്ച് കയ്പുള്ള ഏതെങ്കിലും ഒരു നെയിൽ പോളിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. 1-2 ആഴ്ച കൊണ്ട് കുട്ടികൾ അത് മാറ്റിക്കോളും. മിക്ക കുട്ടികളും ഒരു 90% കുട്ടികൾ അത് മാറ്റിക്കോളും. പക്ഷേ ചെറിയൊരു പെർസെൻറ്റേജ് കുട്ടികൾ റെസിസ്റ്റൻ്റ് ആയിട്ട് ഈ കാര്യം നിൽക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇതുപോലത്തെ തമ്പ് കാർഡുകളൊക്കെ ഉപയോഗിക്കേണ്ടി വരും. പെർമനൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഡെൻ്റൽ മാലൊക്ലൂഷൻസോ എന്തെങ്കിലും പ്രോബ്ലംസോ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡെൻറ്റിസ്റ്റിനെ കാണിച്ചിട്ട് ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റും എടുക്കേണ്ടി വന്നേക്കാം. താങ്ക് യു.